നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്താക്രമണം ഉണ്ടായത്. അന്ന് തന്നെയാണ് ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയും അയാളുടെ അടുത്ത ബന്ധുക്കളും അതുപോലെ അടുത്ത അനുയായികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ ഇറാനിലെ മതഭരണകൂടം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകനായ മുസ്തഫ ഖമേനിയെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്നേ നാൾ വരെ മുസ്തഫ ഖമേനി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഈ ആക്രമണം നടന്ന ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നത് മുസ്തഫ ഖമേനി ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമ സ്റ്റേജിലാണെന്ന്, അതായത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വയറിനും കരളിനുമൊക്കെ തന്നെ ഗുരുതരമായ പരിക്കുകൾ ഏറ്റുവെന്നും കാല് നഷ്ടപ്പെട്ടു എന്നുമൊക്കെയായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇക്കാര്യമെല്ലാം തന്നെ പിന്നീട് ഇറാൻ നിഷേധിക്കുകയായിരുന്നു. ഇറാൻ സൈന്യം വെളിപ്പെടുത്തിയത് മുസ്തഫ ഖമേനിക്ക് അങ്ങനെ വലിയ ഗുരുതരമായ പരിക്കൊന്നുമില്ല, അദ്ദേഹം ചികിത്സയിലാണ്, അദ്ദേഹം ഇപ്പോൾ അജ്ഞാത കേന്ദ്രത്തിലാണ്, അദ്ദേഹം പിന്നീട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ജൂലൈ അവസാനിക്കുമ്പോഴും മുസ്തഫ ഖമേനി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. എന്നാൽ മുസ്തഫ ഖമേനിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖം. ഗുലാം അലി ഹദാദ് അദായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകളെയാണ് മുസ്തഫ ഖമേനി വിവാഹം കഴിച്ചിരുന്നത്. ഈ ഭാര്യാപിതാവ് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് പോലും അറിയില്ല എന്നാണ്. അതായത് കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്ന്. കൂടാതെ അദ്ദേഹം പറയുന്ന കാര്യം ആരുമായും ഇപ്പോൾ മുസ്തഫ ഖമേനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വമായോ സൈനിക നേതൃത്വമായോ ആരുമായും തന്നെ മുസ്തഫ ഖമേനിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ്. അതായത് ഒരു പക്ഷേ മുസ്തഫ ഖമേനി ഇപ്പോഴും കോമ സ്റ്റേജിൽ തന്നെയാണ്, അതായത് അബോധാവസ്ഥ തന്നെയാണ് കഴിയുന്നതെന്ന് സ്വാഭാവികമായ സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇറാനിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിയന്ത്രിക്കുന്നത് അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC എന്ന സൈനിക വിഭാഗമാണ്. അതേസമയം നേരത്തെ പലപ്പോഴും മുസ്തഫ ഖമേനിയുടേതായി പല പ്രസ്താവനകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രസ്താവനകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പലരും പറഞ്ഞത്, അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാട്ടിയത്, ഇത് മുസ്തഫ ഖമേനിയുടെ ശൈലിയിലുള്ള വാക്കുകളല്ല ഈ വന്നിരിക്കുന്നത് എന്നാണ്. അതായത് IRGCയുടെ തന്നെ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതി തയ്യാറാക്കി ഇത് മുസ്തഫ ഖമേനിയുടെ പേരിൽ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയായിരിക്കാം എന്നാണ്. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം ഈയിടെയാണ് നടന്നത്. ഈ സംസ്കാര ചടങ്ങിൽ മുസ്തഫ ഖമേനി ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മകനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്, മതപരമായ ചടങ്ങുകളൊക്കെ നടത്തേണ്ടതുണ്ട്. പക്ഷേ മുസ്തഫ ഖമേനി അവിടെ എങ്ങും തന്നെ വന്നില്ല. മാത്രമല്ല അവിടെ മുഖത്ത് മാസ്ക് ധരിച്ച ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതാണ് മുസ്തഫ ഖമേനി എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് മുസ്തഫ ഖമേനി ആയിരുന്നില്ല എന്ന് പിന്നീട് വെളിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മുസ്തഫ ഖമേനി സ്വാഭാവികമായും ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഇപ്പോഴും കഴിയുകയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇറാൻ ഇനിയും ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറായില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലായ രംഗത്ത് വന്നത് ഇറാൻ സർക്കാരിനെ പോലും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറയുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും നമുക്കിപ്പോൾ ലഭ്യമല്ല എന്ന്. ഇതിൻ്റെ അർത്ഥം മുസ്തഫ ഖമേനി ഒന്നുകിൽ ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന വേളയിലോ മറ്റോ കൊല്ലപ്പെട്ടിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം തീർത്തും അബോധാവസ്ഥ തന്നെ കഴിയാനാണ് സാധ്യത. അതുതന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് പറഞ്ഞത് ആരുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത്. ഒരു രാജ്യത്തെ പരമോന്നത നേതാവായി വാഴിക്കുമ്പോൾ, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പരമോന്നത നേതാവാണ്, അവിടുത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി, അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നതൊക്കെ തന്നെ ഈ പരമോന്നത നേതാവാണ്. സാധാരണഗതിയിൽ ഇത്തരം അയത്തുള്ള ഖമേനിയെ പോലുള്ള ആളുകളുടെ മക്കൾ അവരുടെ പിൻഗാമികളെ വരുന്ന പതിവില്ല. പക്ഷേ ആ പതിവ് പോലും തെറ്റിച്ചുകൊണ്ടാണ് അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി മുസ്തഫ ഖമേനിയെ അവിടെ സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ എല്ലാം പിന്നിൽ ഈ IRGC എന്ന അവരുടെ അതീവ ശക്തമായ സൈനിക വിഭാഗത്തിൻ്റെ ഇടപെടലാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഗുരുതരമായ പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കഴിയുന്ന മുസ്തഫ ഖമേനിയെ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിന് ശേഷം മുസ്തഫ ഖമേനിയുടെ പേരിൽ നടത്തുന്ന ഭരണമെല്ലാം ഈ IRGC നേതാക്കൾ തന്നെയാണ്, IRGCയുടെ തലവന്മാരാണോ, സൈനിക നേതാക്കൾ തന്നെയാണോ ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് സ്വാഭാവികമായ സംശയം ഉയർത്തുന്നുണ്ട്. അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ ഒരു കാര്യവുമില്ല. മുൻ പ്രസിഡന്റ് നെജാദിനെ അദ്ദേഹം ഇസ്രായേലിൻ്റെ ചാരനായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നജാദിനും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാമായിരിക്കും. പക്ഷേ ഇപ്പോഴും
മൊജ്തബ ഖമേനി എന്ന ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് കാണാമറയത്ത് തന്നെ കഴിയുന്നു എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.